മമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യണം, പതിവ് പോലെ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഫിഷ് കൊണ്ടുള്ള ഒരു ഐറ്റമാണ്, ഫിഷ് ഫ്രൈ ആണ്. നമ്മൾ ഈ ഫിഷ് വെച്ച് തന്നെ 1-2 ഐറ്റംസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പരവമീനില്ല, ആ മീൻ വെച്ചുള്ള കേവലം സിമ്പിളായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈയാണ്. അത് കറുമുറ കടിക്കാൻ കുറിക്കാനും ഒക്കെ ഇഷ്ടപ്പെടും. ഒരുമാതിരി ദശപ്പുണ്ട്, എന്നാൽ ഒരുപാട് മുള്ളുമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അത് സ്വാദിഷ്ടമാണ്. ഇപ്പോൾ കുരുമുളകും ഇഞ്ചിയൊക്കെ ചേർത്ത് അരച്ചിട്ട് ആണ് ഞാനത് തയ്യാറാക്കണത്. അരപ്പാക്കിയിട്ട് അത് മീനിൽ പുരട്ടിയാണ് തയ്യാറാക്കണത്. ഇപ്പം നമുക്ക് കിച്ചണിൽ പോയി അതൊന്ന് തയ്യാറാക്കി കളയാം. അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് നോക്കുക, എന്നിട്ട് നിങ്ങളിത് ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങളും അറിയിക്കുക. നമ്മൾ ഈ ഫിഷ് കൊണ്ട് തന്നെ 1-2 ഐറ്റം ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പച്ചപ്പരവ, ആ പരവ മീൻ വെച്ച് ഒന്ന് ഫിഷ് ഫ്രൈ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഒരു 6 പരവ മീൻ വെട്ടിക്കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നീറ്റായിട്ട് വെച്ചേക്കണം. അതിന് കൂടാനായിട്ട് ഒരു 3-4 ദളം ചുമന്നുള്ളി, 2-3 ദളം ഇത് മിക്സ് ചെയ്ത് വെച്ചേക്കണതാ വെളുത്തുള്ളി, പിന്നെ ഒരു പീസ് ഇഞ്ചി ഞാൻ ഒരു 2-3 പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, പിന്നെ ഒരു 5-8 കുരുമുളക്. ഇത്രയും സംഭവം നമുക്ക് ആദ്യം ഇടുകലിൽ ചതച്ചെടുക്കണം. അതിന്റെ കൂടെ ചേർക്കാനായിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്തോളണം. ഞാൻ സ്വല്പം ഉപ്പ് എടുത്ത് വെച്ചിട്ടുള്ളത് പാകത്തിന് ചേർത്തോളണം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഈ സ്പൂൺ കാണാവോ നോക്കിക്കേ. ഈ സ്പൂണിന് കൂമ്പന് 3 സ്പൂൺ എരിവ് മുളക് പൊടി. ഇത്രയാണ് നമ്മൾ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ. അപ്പൊ ഇത് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ആദ്യം ഉള്ളിയും കുരുമുളകും കൂടെ ഒന്ന് ഇടിയലിൽ ചതച്ചിട്ട് ആ ചതച്ച ഐറ്റത്തിന്റെ കൂടെ ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കണം. എന്നാന്ന് വെച്ചാൽ ഒരു കുഴമ്പ് പാകത്തിനാകാൻ ഒരു സ്വല്പം വെള്ളം ചേർത്ത് കറക്കിയെടുക്കണം. എന്നിട്ട് വേണം ഇതിൽ പെരട്ടി വെക്കാൻ. പെരട്ടി ഒരു 10-20 മിനിറ്റ് വെച്ചേച്ച് വറക്കാവുള്ളൂ, എന്നാലും ഇതിലേക്ക് പിടിക്കുള്ളൂ മീനിലേക്ക്. അപ്പൊ ഞാൻ ആദ്യം ഇത് ചതച്ച് ഇതുമായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മിക്സിയിൽ അടിച്ചോണ്ട് വരാം. എന്നിട്ട് നമുക്ക് പെറ്റണ കാണിക്കാം കേട്ടോ. അത് ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ അരപ്പ് റെഡിയായി. ആ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഉള്ളിയും കുരുമുളകും എല്ലാം കൂടെ ചേർത്ത് അരപ്പ് റെഡിയായി. ഇനി അതിലേക്ക് പെരട്ടുവാട്ടോ. ഞാൻ ഓരോന്ന് മുഴുവനും കലത്തിലേക്ക് അങ്ങ് വെക്കാം അല്ലേ, എന്നിട്ട് അങ്ങ് പെരട്ടാം. കൈ നല്ല നീറലെടുക്കും ഇഞ്ചിയൊക്കെ ഉള്ളതുകൊണ്ട്. എന്നാ പെരട്ടെ. പെരട്ടി എങ്ങനെയാന്ന് വെച്ചാൽ ഒരു അരമണിക്കൂറാണ് ശരിക്കും വെക്കേണ്ട അരപ്പ് പിടിക്കാൻ കേട്ടോ. ഒരു 10-20 മിനിറ്റ് എങ്കിലും ഇരിക്കണം. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഇതിലേക്ക് പിടിച്ചേച്ച് വേണ്ടേ നമുക്ക് വറക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ തിരിച്ചും മറിച്ചും അരപ്പ് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മളിത് വാഴയിലെ പൊള്ളിച്ചതും എടുത്തിട്ടുണ്ട്. നേരത്തെ ഒരു പ്രാവശ്യം ഇത് മുളക് ചാറ് വെച്ചത് കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം കേട്ടോ. പരവക്കറി എന്ന് തോന്നണം. അപ്പം എനിക്ക് തോന്നി ഇത് കിട്ടിയപ്പോൾ ചെറിയ വറക്കാൻ പാകത്തിനുള്ള സൈസും. അപ്പം നമുക്കൊന്ന് വറുത്ത് കളയാണ്. അപ്പം അതൊരു പരവേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കിട്ടുന്ന ഒരു മീനല്ല വെച്ച. അത് കാരണം ഞാനത് വറക്കാനെടുത്ത്. ഉപ്പൊന്ന് ജസ്റ്റ് നോക്കിക്കോട്ടെ കേട്ടോ. കയ്യിൽ തൊട്ട് നോക്കട്ടെ, അല്ലെങ്കിൽ ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് വെക്കണം, അല്ലെങ്കിൽ പിന്നെ അതിലേക്ക് ഉപ്പ് പിടിക്കൂല. ഞാൻ വരഞ്ഞു വെച്ചിട്ടുണ്ട് അരപ്പ് കയറാനായിട്ട്. നോക്കട്ടെ. ഉപ്പ് മതി, കൂടുതലൊന്നുമില്ല. പഴം നല്ല എരിവുണ്ട്, ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെ ഒക്കെ എരിവിരിക്കട്ടെ. വറക്കുമ്പോൾ കുറച്ച് ഇതാകും അത്. ഇനി നമുക്ക് ഒന്ന് അടപ്പ് കൊണ്ട് മൂടി വെച്ചാലോ. അരപ്പ് അതിലേക്ക് കയറട്ടെ, എന്നിട്ട് നമുക്ക് വറക്കാൻ എണ്ണ ഒഴിച്ച് തവയിൽ എണ്ണ ഒഴിച്ച് വറക്കാം കേട്ടോ. ഞാൻ മൂടി വെക്കുക കേട്ടോ. ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മളിതേ മീനിൽ അരപ്പ് പുരട്ടി ഒരു അരമണിക്കൂർ കഷ്ടി ഒരു 25 മിനിറ്റ് വെച്ചിട്ടുണ്ട്. വെച്ചു. ഇനി നമുക്ക് തവയിൽ എണ്ണ ഒഴിച്ചത് വറക്കാൻ തുടങ്ങാം. എന്നാ അത് മാറ്റട്ടെ. ഇനി തവ ചൂടായി, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വറക്കാനുള്ള. ഇത് മതിയാവും, നോൺ സ്റ്റിക്ക് അല്ലേ. ഇങ്ങനെ എടുത്ത എണ്ണ നമ്മൾ എണ്ണ ചൂടായി വറക്കാൻ വയ്ക്കുക. വരവേ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഞെരിഞ്ഞെരിവൊന്നും ഞെരിയണം ഇത്. എന്നാലേ രുചി കേട്ടോ. അതിലേക്ക് പിടിക്കുന്നതെന്ന് വെച്ചാൽ ശാലോ ഫ്രൈ ഉള്ളൂല്ലേ, ശരിക്ക് 3 ഫ്രൈ ആവണം. അതാ ടേസ്റ്റ്. ഇനി നമുക്ക് ഒന്ന് അടപ്പ് കൊണ്ട് മൂടി വെച്ചാലോ. ആ,
ഇനി വേവട്ടെ അല്ലേ? അതെ. ഇച്ചിരി കളത്തിലിരുന്ന് അതിലേക്കങ്ങ് വെച്ചതാ. ഒതുങ്ങിയിരുന്നോട്ടെ. അതെ. നമ്മൾ വറക്കാൻ വെച്ചത് ഇതേ ഒരു വശം ഏതാണ്ടായിട്ടുണ്ടാവും. നമുക്കൊന്ന് മറിച്ച് നോക്കിയാലോ? ദേ ഒരു വശം ആയിട്ടുണ്ടല്ലേ? ഇത് ശരിക്കും ഇങ്ങനെ നമ്മൾ വേവിച്ച് വെച്ചിട്ടില്ലേ? നമ്മൾ ഉച്ചയ്ക്ക് ഇപ്പം നമ്മൾ കാലത്തല്ലേ ശരിയാക്കണത്. ഉച്ചയ്ക്ക് ഉണ്ണാൻ നേരത്ത് നമുക്ക് ഒന്നോടെ അങ്ങ് ചൂടാക്കി എടുക്കണം. അപ്പം നല്ല ഞെരിഞ്ഞെരൂന്നിരിക്കും. അങ്ങനെ നല്ല ചൂടോട് കൂടി കഴിക്കണം. അതാ ഏറ്റവും ടേസ്റ്റ് കേട്ടോ. നമ്മളിപ്പോൾ അതങ്ങ് വറക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ഈ പാത്രത്തിൽ തന്നെ വെക്കും. എന്നിട്ട് ഒരു 12:45 നമുക്ക് ഒന്നോടെ ഗ്യാസ് ഓൺ ചെയ്ത് നമുക്കത് നല്ല ചൂടോട് കൂടി കഴിക്കാൻ പാകത്തിനാക്കി എടുക്കാം കേട്ടോ. അതാ ടേസ്റ്റ്. ഒരു കാര്യം ചെയ്യാനുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ അന്നേരം ഇടണം. ഇപ്പം നമ്മൾ കറിവേപ്പില ഇട്ട് വെച്ച് അത് കരിഞ്ഞു പോകും. വേപ്പില കരിഞ്ഞു പോകും പല പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനിയിപ്പോൾ ഒരു വശവും കൂടെ ഇതുപോലെ മൊരിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെക്കും. പിന്നെ കഴിക്കാൻ നേരത്ത് ചൂടാക്കാം കേട്ടോ. അന്നേരം നമുക്ക് പിടിച്ച് എടുത്ത് കാണിക്കാം കേട്ടോ. ഡിസ്പ്ലേ എടുക്കാം. പോരെ? ഇങ്ങനെ മീൻ അരപ്പൊക്കെ ചേർത്ത് ദേ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി വേപ്പില ഇട്ട് കൊടുക്കാം മറക്കാൻ ദേ എണ്ണയിലേക്ക്. ഞാൻ പറഞ്ഞില്ലേ വേപ്പില ലാസ്റ്റ് ഇട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ അങ്ങ് വറുത്ത് പോരാന്ന്. വേപ്പില നേരത്തെ ഇട്ടൊക്കെ അരിഞ്ഞു. അതാ അകത്തുള്ള എണ്ണയിൽ ഞാനങ്ങ് ഇട്ടതാട്ടോ മുരിഞ്ഞ് വരാൻ വേണ്ടി. ഇത് പെട്ടെന്ന് ആയിക്കോളും. ഇതൊക്കെ പാകമായി വറവല് പാകമായി. ഇത് കഴിഞ്ഞ് നമുക്ക് മാറ്റ എണ്ണ വാലാൻ വയ്ക്കാം. പിന്നെ എന്നിട്ട് കറുമുറൂന്ന് കഴിക്കുക. വേപ്പിലേക്ക് വേവില്ലല്ലോ പെട്ടെന്ന്. മതി, വേപ്പിലയായി. നമുക്ക് എണ്ണ വാലാൻ തട്ടി കൂട്ടി മാറ്റിയാലോ? ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം ആദ്യം. എന്നിട്ട് നമുക്ക് ചെയ്യണ്ടേ ഇങ്ങനെ. ഞാൻ പിന്നെ ഇങ്ങനെയെന്ന് വെച്ചത് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ മാറ്റി വെച്ച് നമുക്ക് ചട്ടകത്തിട്ട് വെക്കാം. പിന്നെ എണ്ണയെന്ന് ആദ്യം അങ്ങ് മാറ്റിയെടുക്കണം. ഈ നമ്മൾ ഇഞ്ചിയും കുരുമുളകും ഉള്ളിയൊക്കെ ചേർത്തോട്ടാണ് ഈ മസാലയിൽ ഇങ്ങനെ ആ അരപ്പ് കുറച്ച് താഴ്ത്ത് വീഴുന്നതുകൊണ്ടാണ് ബ്രൗൺ നിറത്തിൽ കിടക്കണത്. കരടൊന്നും അല്ല കേട്ടോ. ദേ വേപ്പില. നമുക്ക് എണ്ണ വാർന്ന് കഴിയുമ്പോൾ ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം കേട്ടോ. കഴിക്കാം. എന്നിട്ട് കഴിക്കാം. പിന്നെ താമസമില്ല കഴിക്കാൻ. അങ്ങനെ നമ്മുടെ അടിപൊളി പരവ വറുത്തത് ഇവിടെ റെഡി ആയി കഴിഞ്ഞ് ഊണ് കഴിച്ചാൽ മാത്രം മതി. നല്ല സൂപ്പർ ടേസ്റ്റി പരവയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.